എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കിടക വാവുബലി ദിവസം. കുറച്ച് ദിവസമായിട്ട് ഞാൻ നിങ്ങളോട് അധികമൊന്നും സംസാരിക്കുന്നില്ലായിരുന്നു. എന്തായാലും എന്താണ് ഒന്നും പറയാത്തത് എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ച ആൾക്കാർക്കൊക്കെ ഞാനൊരു നന്ദി പറയുന്നു. തിരക്കായിരുന്നു. ക്ഷേത്രങ്ങളിലും പുഴക്കരകളിലുമൊക്കെ നമ്മുടെ പിതൃക്കൾക്ക് ബലിയിടാനുള്ള കർമ്മങ്ങളിൽ വളരെ സജീവമായിട്ട് മലയാളികൾ, വിശ്വാസികൾ പങ്കെടുത്തു. അത് നമ്മുടെ ആചാരം, അത് നമ്മുടെ വിശ്വാസം. സന്തോഷം, നല്ലത്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ബലിതർപ്പണമൊക്കെ നടത്തി. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. മരിച്ച് കഴിഞ്ഞ് നൽകുന്ന സ്നേഹത്തെക്കാൾ, അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം നമ്മൾ പൊഴിക്കുന്ന കണ്ണീരിനേക്കാൾ എത്രയോ വിലയുണ്ട് നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ അവർക്ക് നൽകിയ ഒരു നല്ല നോട്ടം, ഒരു നല്ല വാക്ക്, ഒരിറ്റ സ്നേഹം. പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്, ജീവിച്ചിരുന്നപ്പോൾ സ്നേഹത്തോടെ ഒരു വാക്ക് സംസാരിക്കാത്തവർ, ഒരിറ്റ് വെള്ളം കൊടുക്കാത്തവർ, മരിച്ചതിന് ശേഷം വൻ തുക മുടക്കി ശ്രാദ്ധവും അടിയന്തരവും ഒക്കെ നടത്തി ആഘോഷിക്കുന്നത്. ആരെ കാണിക്കാനാണിത്? അമ്മയുടെ വിശപ്പറിയാൻ അമ്മ മരിക്കണമെന്ന് ശാഠ്യം പിടിക്കരുത്. അച്ഛൻ്റെ കഷ്ടപ്പാടിൻ്റെ വിലയറിയാൻ അച്ഛൻ്റെ വേർപാട് വരെ കാത്തിരിക്കരുത്. അവർക്കാവശ്യം വൻകിട ആശുപത്രികളോ വലിയ വീടുകളോ ഒന്നുമല്ല. അച്ഛാ കഴിച്ചോ, അമ്മയെ സുഖമാണോ എന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു മിനിറ്റ് സ്നേഹമാണ്. വാർദ്ധക്യത്തിൽ അവരുടെ കൈകൾ വിറയ്ക്കുമ്പോൾ ആ കൈകൾ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ നൽകുന്ന ഒരു കരുതലാണ്. ഓർക്കുക, നാളെ നമ്മളും ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടവരാണ്. പൂർവികർക്ക് ബലികർമ്മങ്ങൾ കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം നമ്മുടെയൊക്കെ വീട്ടിൽ അച്ഛനും അമ്മയും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ കൈകളിലൊന്ന് സ്നേഹത്തോടെ പിടിച്ചോ. നമ്മൾ അവരോട് സ്നേഹത്തോടെ ഒരു ഒറ്റ വാക്ക് നമ്മൾ സംസാരിച്ചു, അല്ലെങ്കിൽ അവരോട് കൂടെ ഒരല്പസമയം ചെലവഴിച്ചു, അല്ലെങ്കിൽ അവരുടെ കൂടെ ഒന്നിച്ചിരുന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ നൽകുന്ന കരുതലിനെക്കാട്ടിൽ വലിയ ബലിതർപ്പണമോ പുണ്യമോ ഒന്നുമില്ല സുഹൃത്തുക്കളെ. ഓർക്കുക, സ്നേഹിക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ്, അല്ലാതെ ഓർമ്മയായി മാറിയതിന് ശേഷമല്ല. ഇന്ന് ബലിതർപ്പണം കഴിഞ്ഞു വന്നപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത നിങ്ങളോട് പങ്കുവച്ചു എന്നേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വൈകാതെ തന്നെ മറ്റൊരു വിഷയമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.